പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്ന് 54 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന കണ്ണൂർ കതിരൂർ സ്വദേശി താജുദ്ദീൻ തുടർ നിയമ പോരാട്ടത്തിന്. ആളുമാറി അറസ്റ്റ് ചെയ്തതാണെന്ന് തെളിവ് സഹിതം പോലീസിനോട് പറഞ്ഞിട്ടും അത് പരിഗണിക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ താജുദ്ദീന് സർക്കാർ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പ്രവാസ ജീവിതത്തിനിടയിൽ 15 ദിവസത്തെ അവധി, മകളുടെ വിവാഹം, മകന്റെ തുടർ പഠനം, ഒരുപിടി സ്വപ്നങ്ങളുമായി നാട്ടിലേക്കെത്തിയ താജുദ്ദീനെ കാത്തിരുന്നത് പക്ഷേ മറ്റൊരു വിധിയാണ്. 2018 ജൂലൈ 5 വിവാഹ തിരക്കുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്ന താജുദ്ദീനെ കാത്തിരുന്നത് ഒരു വണ്ടി പോലീസ്. മനസാവാച അറിയാത്ത മാല പൊട്ടിക്കൽ കുറ്റം തലയിൽ അടിച്ചേൽപ്പിച്ചു ചക്കരക്കൽ പോലീസ്. ജീവിതം മാറ്റിമറിച്ച ദിവസത്തിന്റെ ഓർമ്മകൾ ഇന്നും താജുദ്ദീനെ വേട്ടയാടുന്നുണ്ട്. വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ വണ്ടി കയറുന്ന സമയത്ത് 2 പോലീസ് ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ കുറച്ച് പോലീസുകാരും ഉണ്ടായിരുന്നു. എസ്ഐക്ക് കാണാൻ തോന്നുന്നു. അവൻ എന്തിനാണ് എന്നെ കണ്ട ശേഷം എന്നെല്ലാം ഒന്ന് പുറത്തിറങ്ങണം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. ഒരു പെണ്ണിൻ്റെ മാല മോഷ്ടിച്ച് വന്നിട്ടല്ല, നീ ഖത്തറിന്ന് വന്നിട്ട് ഇന്ന ദിവസം നീ മാല മോഷ്ടിച്ച്, അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് വഷളായി. ഇവരോടെല്ലാം പറഞ്ഞാൽ ഓക്കെ ഒന്ന് വെരിഫിക്കേഷൻ സ്റ്റേഷനിൽ അങ്ങനെ കൊണ്ടുപോയതാണ്. പിന്നെ ഇറങ്ങുന്നത് 54 ദിവസം കഴിഞ്ഞിട്ട്. മുഖം തിരിച്ചറിയാത്ത CCTV ക്യാമറയിലെ ദൃശ്യമാണ് പോലീസ് വലിയ തെളിവായി മുന്നോട്ട് വെച്ചത്. പിന്നെ കുറ്റം തെളിയിക്കാൻ കസ്റ്റഡിയിൽ 3-ാം മുറ. മകളുടെ വിവാഹം ആഘോഷമാക്കേണ്ട അച്ഛൻ 54 ദിവസം ചെയ്യാത്ത കുറ്റത്തിന് തടവറയിൽ. CCTVന്ന് ഫോക്കസ് ചെയ്തെടുത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാമല്ലോ. അതിനുശേഷമാണ് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെ എടുത്തത്. അങ്ങനെ ഇവർ കുറേ തെളിവെടുപ്പാനും മറ്റേനൊക്കെ കൊണ്ടുപോയതിനു ശേഷമാണ് പിന്നെ എല്ലാം റിമൈൻഡ് ചെയ്താണ്. വിദേശത്തേക്ക് തിരിച്ചു പോകാനാവാഞ്ഞതോടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. ഒന്നൊന്നായി കെട്ടിപ്പൊക്കിയതെല്ലാം കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു താജുദ്ദീന്. എല്ലാം നഷ്ടപ്പെട്ടതോടെ അഭിമാനം തിരിച്ചു പിടിക്കാൻ നിയമ പോരാട്ടത്തിനിറങ്ങി. സാധ്യമായതെല്ലാം ചെയ്തതോടെ പുനരന്വേഷണം. ഇതിൽ മാല പൊട്ടിച്ചത് മറ്റൊരാളാണെന്ന് തെളിഞ്ഞു. ബെയിലിന് ഇറങ്ങിയ ശേഷം ഞാനെല്ലാം 100% അവർ ഇതായി കംപ്ലീറ്റ്. ഞാനെല്ലാം നല്ല DGP അനൗൺസ് ചെയ്തു. ഫാമിലിയെല്ലാം കൂടി ചർച്ച ചെയ്ത് നമുക്ക് നഷ്ടപ്പെട്ട എന്തായാലും തിരിച്ചെടുക്കണമെന്നുണ്ട്. അത് ഫിനാൻസ് തരാൻ പറ്റും. എൻ്റെ മാനസികാവസ്ഥയും മറ്റുള്ള ശരീരമായിട്ടൊന്നും ആർക്കും തരാൻ പറ്റില്ല. പിന്നീട് ഹൈക്കോടതിയിൽ നീതി തേടി നിയമ പോരാട്ടം. ഒടുവിൽ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ പറഞ്ഞ് കോടതി ഉത്തരവ്. ഈ കാലമൊക്കെയും കള്ളൻ്റെ മക്കൾ എന്ന പേരേറ്റുവാങ്ങി നീറിക്കഴിഞ്ഞു താജുദ്ദീൻ്റെ കുട്ടികൾ. അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രായത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു പീരീഡിൽ കഴിഞ്ഞു. അതുപോലെ 54 ദിവസം ജയിലിൽ കിടക്കുന്ന ഉപ്പാനെ ജയിലിൽ പോയിട്ട് കാണുന്നേരം ബെയിലി കിട്ടിയിട്ടില്ല ഉപ്പ എന്ന് പറയുന്നവർ ഉണ്ടാകുന്നവരുള്ള എൻ്റെ ഒരു നിസ്സായ അവസ്ഥയില്ല. ഒരുപാട് അനുഭവങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായെങ്കിലും കുറ്റക്കാരായ പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. ഇവർക്കെതിരെ നിയമ പോരാട്ടം തുടരാനുറച്ച് മുന്നോട്ടു പോവുകയാണ് താജുദ്ദീൻ. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.